1 വയസ്സായൊരു കുഞ്ഞിന് ആ കുഞ്ഞിന് ഏറ്റവും പ്രയോറിറ്റി ആരോടുള്ളത്? ആ കുഞ്ഞിൻ്റെ ലോകം ആരാണ്? അമ്മയാണല്ലേ. 1 വയസ്സായ കുഞ്ഞിൻ്റെ ലോകം മുഴുവൻ ആ കുഞ്ഞിൻ്റെ അമ്മയാണ്, മറ്റൊന്നുമല്ല. 2 വയസ്സ് വരെ ആ കുഞ്ഞ് പാല് കുടിക്കുന്ന സമയമാണ്. അമ്മയേക്കാൾ മികച്ചതായി മറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ 2 വയസ്സ് കഴിഞ്ഞ് 3ഉം 4ഉം ഒക്കെ ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേന്, 3ഒക്കെ ആകുമ്പോഴത്തേന് അച്ഛനോടുകൂടെ കുറച്ച് സ്നേഹവും ഇണങ്ങാനും ഒക്കെ തുടങ്ങും. അച്ഛൻ്റെ കൂടെയും കുറച്ചും കൂടെ ആ കുട്ടി അറ്റാച്ച്മെൻറ്റ് വരാൻ തുടങ്ങും. എന്നുവെച്ചിട്ട് അമ്മയോട് സ്നേഹം കുറയുന്നുണ്ടോ? നമുക്ക് ഒരു കഥ കേട്ട് തുടങ്ങാം. ഭക്ഷണം കഴിച്ചെല്ലാവരും? ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നേ? എന്താ ആരും ഒന്നും മിണ്ടാത്തേ? കഴിച്ചില്ലേ? കഴിച്ചു. ഇന്നലെ ഈ സമയത്ത് എന്തായിരുന്നു പണി? ഉറങ്ങുക. സത്യസന്ധമായിട്ട് ആൻസർ പറഞ്ഞു അല്ലേ? ഇന്നലെ ഈ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളൊക്കെ കിടന്നുറങ്ങുമായിരുന്നു അല്ലേ? പക്ഷെ ഇന്ന് അതേ സമയത്ത് നമ്മളിങ്ങനെ ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകത ഉണ്ട്. ശരീരത്തിനകത്തൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഈ ബയോളജിക്കൽ ക്ലോക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു സമയത്ത് നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെ അടുത്ത ദിവസവും ആ സമയമാവുമ്പോൾ നമ്മുടെ ശരീരം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ശരീരത്തിന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും. പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇന്നലെ ഇതേ സമയം നമ്മളെല്ലാവരും സുഖനിദ്രയിലായിരുന്നു, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കായിരുന്നു. ഇന്ന് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുകയാണ്. സോ നമുക്കെല്ലാവർക്കും ബയോളജിക്കൽ ക്ലോക്കിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പക്ഷേ മയക്കം വന്നേക്കാം, ഉറക്കം വന്നേക്കാം. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണില്ല, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. റെഡി? നിങ്ങളൊക്കെ ഓരോ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ? കുടുംബമില്ല എല്ലാവർക്കും? അൽഹംദുലില്ലാ, എല്ലാവരും ഒരു കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഞാനും അതെ, എനിക്കും ഉണ്ട് ഒരു കുടുംബം. അവിടെ ഒരു പക്ഷേ നമ്മൾ ഉമ്മമാരാവാം, ഭാര്യമാരാവാം, പെങ്ങന്മാരാവാം, നാത്തൂമാരാവാം, അമ്മായിയുമ്മമാരാവാം, അല്ലേ, ജ്യേഷ്ഠത്തിമാരാവാം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് റോളുകൾ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. പുരുഷന്മാരും അതെ, അവരവരുടേതായ റോളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ വന്ന് ഒത്തുകൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കഥ കേട്ടിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ? കഥ ഇങ്ങനെയാണ്. നയാഗ്ര വെള്ളച്ചാട്ടമാണ് നമ്മുടെ കഥയിലെ സീൻ എന്ന് പറയുന്നത്. വെള്ളച്ചാട്ടം ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനടുത്തുള്ളൊരു മരച്ചില്ലയിൽ നിന്നുകൊണ്ട് ഒരു കഴുകൻ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഈ വെള്ളത്തിലൂടെ ഒരു കഴുതയുടെ മൃതശരീരം ഒഴുകി വരുന്നത് കാണുകയാണ്. കഴുതയുടെ മൃഗശരീരം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ്. കഴുകൻ്റെ കണ്ണിൽ അത് ഉടഞ്ഞു. കഴുകനത് കണ്ടു. കഴുകന് സന്തോഷമായി. കാരണം എന്താ? വരുന്നത് ഒരു കഴുതയുടെ മൃതശരീരമാണ്, എൻ്റെ ആഹാരമാണ്, എൻ്റെ ഭക്ഷണമാണ്. ഇങ്ങനെ മെനഞ്ഞു കൂട്ടുകയാണ് മനസ്സിൽ നമ്മുടെ കഴുകൻ. ഇത് മുഴുവൻ എനിക്ക് കഴിക്കാനുള്ളതാണ്. ഈ ചിന്തയോട് കൂടിയിട്ട് കഴുകൻ എന്ത് ചെയ്തു? പാറി ചെന്ന് ആ കഴുതയുടെ ശരീരത്തിലിരിക്കുകയാണ്. ശരീരത്തിലിരിക്കുമ്പോൾ വെള്ളച്ചാട്ടമാണ്, കുറച്ച് സമയം മാത്രമേ വെള്ളം ഒഴുകുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അഗാധമായ ഗർത്തത്തിലേക്ക് അത് നിബദിക്കും, അത് ചാടും. ആ വെള്ളച്ചാട്ടമായിട്ടത് മാറും. അതിൻ്റെ മുൻപേ കുറച്ച് സമയം മാത്രമാണ് മുന്നിലുള്ളത്. ഈ സമയത്തിനുള്ളിൽ ആ കഴുതയുടെ ശരീരത്തിൽ നിന്നും പറ്റാവുന്ന അത്രയും മാംസം എനിക്ക് കഴിക്കണം. ഇതാണ് ഈ കഴുകൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. ഈ ആഗ്രഹം വെച്ചിട്ട് കഴുതയുടെ ശരീരത്തിൽ പോയി ഇരുന്നു. അങ്ങനെ കൊത്തി തിന്നാൻ തുടങ്ങി. കൊത്തി തിന്നുന്നതിൻ്റെ ആഴത്തിൽ ആ സമയത്തിനിടക്ക് തൻ്റെ കയ്യിലുള്ള നഖങ്ങൾ, മൂർച്ചയേറിയ നഖങ്ങൾ ഈ കഴുതയുടെ ശരീരത്തിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. അങ്ങനെ ശരീരം ഇങ്ങനെ പോയി വെള്ളച്ചാട്ടത്തിലേക്ക് നിബദിക്കാനിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് ഈ കഴുതയുടെ മനസ്സിൽ, ഈ കഴുകൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. എന്താണ്? വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുന്നതിൻ്റെ മുൻപേ തൻ്റെ നഖങ്ങൾ വേർപ്പെടുത്തി തനിക്ക് വിശാലമായ ചിറകുകളുണ്ട്.
എത്ര ഉയരത്തിലേക്കും പറക്കത്തക്ക രീതിയിൽ അത്രയും ദൃഢമായ ബലമുള്ള കഴിവുള്ള ചിറകുകൾ തനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചിറകുകൾ ഉപയോഗിച്ച് പറന്ന് രക്ഷപ്പെടാമെന്ന മുൻവിധിയോട് കൂടിയിട്ട് തന്നെയാണ്, ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കഴുതയുടെ ശരീരത്തിൽ അള്ളിപ്പിടിച്ച് ഇരുന്നതും ഭക്ഷിക്കാൻ തുടങ്ങിയതും. അങ്ങനെ ഒഴുകി ഒഴുകി ഈ കഴുതയുടെ മൃതശരീരം വെള്ളച്ചാട്ടത്തിലെ ആഴങ്ങളിലേക്ക് നിബന്ധിക്കുകയാണ്. തൻ്റെ ചിറകുകൾ ഇട്ടടിക്കാൻ തുടങ്ങി. കഴുകൻ പാറി അകലനം, രക്ഷപ്പെടണം. ചിറകുകൾ ഇട്ടടിക്കാൻ തുടങ്ങി. പക്ഷേ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഈ മാംസം കൊത്തി തിന്നുന്നതിൻ്റെ ആഴത്തിൽ, ആ ശ്രദ്ധയിൽ തൻ്റെ മൂർച്ചയേറിയ നഖങ്ങൾ ആ മാംസത്തിലൂടെ ഉള്ളിലേക്ക് കയറി കഴുതയുടെ വാരിയെല്ലുകൾക്കുള്ളിൽ അള്ളിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. കോർത്തിണങ്ങി ആണ് ചേർന്നിരുന്നത്. അതുകൊണ്ട് തൻ്റെ നഖങ്ങളെ അവയ്ക്കുള്ളിൽ നിന്ന് വേർപിരിപ്പിക്കാൻ സാധിച്ചില്ല. എന്താ സംഭവിച്ചത്? വിശാലമായ ദൃഢമായ കഴിവുറ്റ ചിറകുകൾ ഉണ്ടായിട്ടും ഈ മൃതശരീരത്തോടൊപ്പം, കഴുതയുടെ മൃതശരീരത്തോടൊപ്പം ഈ കഴുകനും അഗാധമായ ഗർത്തത്തിലേക്ക്, നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് നിബന്ധിക്കുകയും മരണപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. നോക്കൂ, ഇതൊരു കഥയാണല്ലേ, അല്ലേ? ഈ കഥ കേട്ട് കഴിയുമ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ഇങ്ങനെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു കഥയാണിത്, അല്ലേ? നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചു. അള്ളാഹുവിൻ്റെ വിധിപ്രകാരം, ദൈവവിധിപ്രകാരം നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കുകയാണ്. നമ്മുടെ ഒന്നും തീരുമാനമായിരുന്നില്ല. നമ്മുടെ ഒന്നും ജനനം പോലും നമ്മുടെ ആരുടെയും തീരുമാനപ്രകാരമായിരുന്നില്ല സംഭവിച്ചത്. അങ്ങനെ നമ്മൾ ജീവിക്കുകയാണ്. ഈ ജീവിതത്തിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. ഒരുപാട് ഘട്ടങ്ങളിലൂടെ നമ്മളൊക്കെ ഇങ്ങനെ കടന്നുപോയി. ഇപ്പോൾ നമ്മൾ ആ ഘട്ടങ്ങളിലെ ഏതൊക്കെയോ കുറേ ഘട്ടങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്, ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞതല്ലേ. അവിടെ നമ്മൾ ഉമ്മയാകാം, ഉപ്പയാകാം, ജ്യേഷ്ഠനാവാം, ജ്യേഷ്ഠത്തിയാവാം, അനുജനാവാം, അനുജത്തിയാവാം, മകനാവാം, മകളാവാം. ഇങ്ങനെ ഒരുപാട് റോളുകൾ, ഒന്നല്ല ഒരൊറ്റ റോളല്ല നമ്മൾ ആരും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരുപാട് റോളുകൾ ഒരുപോലെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. ഇവിടെയൊക്കെ ഈ ഓരോ ഡ്യൂട്ടിയിലും ഓരോ മനുഷ്യന്മാർക്കിടയിലും തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിൽ എപ്പോഴും സന്തോഷവും സമാധാനവും സംതൃപ്തിയും കണ്ടെത്താനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക, അല്ലേ? ഞാനൊരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം അയാളുടെ അടുത്ത് എന്താ പറയുക? ഞാനൊരു മുസ്ലിം മതവിശ്വാസി ആയതുകൊണ്ട് എൻ്റെ മതവിശ്വാസ പ്രകാരം എന്താ പറയുക? ഞാൻ സലാം പറയും, അല്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറയും. അഥവാ അയാൾക്ക് സമാധാനത്തെ ഞാൻ വിഷയാണ്, സമാധാനം ഉണ്ടാവേണമേ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തിരിച്ചും എനിക്കും സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് അവിടെ ആശംസിക്കുന്നത്. ഇനി സലാം പറയാത്ത ഒരാൾ എന്താ പറയുക? സലാം പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ എന്ത് ചോദിക്കും? ഒരാളെ കണ്ടുമുട്ടുമ്പോൾ എന്താ നമ്മൾ ചോദിക്കുക? എന്താ ചോദിക്കുക? ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചോ എന്നാണോ ചോദിക്കുക? ആ, വെരി ഗുഡ്, സുഖമാണോ എന്ന് ചോദിക്കും, അല്ലേ? അല്ലേ? നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ, നമ്മൾ നേരത്തെ പരിചയമുള്ള ഒരാളെ നമ്മൾ പെട്ടെന്നൊരു ദിവസം കാണുന്ന സമയത്ത് നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കും. എന്താ ചോദിക്കുന്നേ? സുഖമാണോ? ഗുരുവായൂർ ആരെങ്കിലും ദുഃഖമാണോ എന്ന് ചോദിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല, അല്ലേ? നമ്മൾ ചോദിക്കൂല. ദുഃഖമാണോ എന്ന് നമ്മൾ ചോദിക്കൂല. പക്ഷെ അവിടെ വ്യക്തമാണ്, സുഖത്തോടൊപ്പം മനുഷ്യനാണോ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അതൊക്കെ അറിയാമെങ്കിലും നമ്മൾ ദുഃഖമാണോ എന്ന് ചോദിക്കാറില്ല. ദുഃഖമുണ്ടോ എന്ന് നമ്മൾ ഒരിക്കലും ഒരാളെ കാണുമ്പോൾ ചോദിക്കില്ല. നമ്മൾ എന്തിനാഗ്രഹിക്കുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം എന്താണ്? എപ്പോഴും സുഖമാവണം, എപ്പോഴും സന്തോഷമാവണം, എപ്പോഴും സംതൃപ്തമാവണം ജീവിതം. ഈ ഒരു ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് നാമുമായിട്ട് ബന്ധമുള്ള ഒരാളെ കണ്ടുമുട്ടുന്ന വേളകളിലൊക്കെ സുഖമാണോ എന്ന് ചോദിക്കുന്നത്. തിരിച്ചും എന്താ ചോദിക്കുക? നിനക്കോ, അല്ലേ?
നിനക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ താങ്കൾക്കോ എന്നുള്ള മറു ചോദ്യമാണ് അവിടെ വരുന്നത്. അതിന് നമ്മൾ ഉത്തരം പറയുന്നത് എന്താ? ഒന്നുകിൽ അൽഹംദുലില്ലാ എന്ന് പറയും അല്ലേ. അൽഹംദുലില്ലാ, അള്ളാഹുവിന് നന്ദി, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് നന്ദി, എനിക്ക് സുഖമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയൊക്കെ വ്യക്തമാക്കുന്നത് മറ്റൊന്നുമല്ല, ഒരേ ഒരു കാര്യമാണ്. അതെന്താ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലുള്ള ജീവിതം സൗഖ്യമേറിയ ജീവിതമാവണം, സുഖമുള്ള ജീവിതമാകണം അല്ലേ, ആരോഗ്യമുള്ള ജീവിതമാവണം. എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ? ഈ ഭൂമിയിൽ നമുക്കൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച അനുഗ്രഹം എന്ത് തന്നെയാണ്? ഹെൽത്താണ് അല്ലേ, ആരോഗ്യം തന്നെയാണ്. ആരോഗ്യത്തിൻ്റെ മുകളിൽ മറ്റൊന്നുമില്ല, ആരോഗ്യം തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പം എന്താ ആരോഗ്യം എന്ന് വെച്ചാൽ എന്താണ്? ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടുവേദനയും ഊരവേദനയും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തൈറോയിഡും ഒന്നുമില്ല. സോ എനിക്ക് ആരോഗ്യമുണ്ട് നമ്മൾ പറയുമോ? കുറച്ചൊക്കെ പറയാം അല്ലേ, ഇല്ലേ? പക്ഷെ ഉണ്ടല്ലോ, ആരോഗ്യത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആരോഗ്യത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഒരു നിർവചനമുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ആരോഗ്യമെന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും സാമൂഹികമായും ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സുസ്ഥിരാവസ്ഥയാണ്, വെറും രോഗമില്ലാത്ത അവസ്ഥയല്ല. എന്താണ്? ഹെൽത്ത് ഈസ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസസ് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം അല്ലേ, എന്തൊക്കെയാണ് ആരോഗ്യത്തിന് കൊടുത്ത ഡെഫിനിഷൻ? ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ സാമൂഹിക അവസ്ഥ കൊണ്ടും നമ്മളെല്ലാവരും എപ്പോഴും ആരോഗ്യവാനായിരിക്കുക, രോഗമില്ലാത്ത അവസ്ഥയിലിരിക്കുക എന്നതാണ്. അപ്പോൾ ശരീരം കൊണ്ട് മാത്രം നേരത്തെ പറഞ്ഞ പോലെ മുട്ടുവേദനയില്ല, ഊരവേദനയില്ല, കാലുവേദനയില്ല, ഒരു ശാരീരിക പ്രശ്നങ്ങളും ഇല്ല, ആരോഗ്യവതി എന്ന് പറയാൻ പറ്റൂല അല്ലേ. ആരും കൂടെ ആരോഗ്യവാനാവണം, മനസ്സും കൂടെ ആരോഗ്യവാനാവണം, നമ്മുടെ മനസ്സും കൂടെ സംതൃപ്തമാവണം. അപ്പോഴാണ് ഞാൻ ഹെൽത്തിയാണോ, ഞാൻ ആരോഗ്യവതിയാണോ, ആരോഗ്യവാനാണോ എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പൂർണ്ണ ആരോഗ്യവാനായി തീരുമ്പോൾ, പൂർണ്ണ ആരോഗ്യവതിയായി തീരുമ്പോൾ, ആ മനുഷ്യനിലൂടെ ഓരോ മനുഷ്യന്മാരും നന്നാവുന്നതിലൂടെ ഒരു കുടുംബം മുഴുവൻ നന്നാവുകയും ആ കുടുംബം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം മുഴുവനായും നന്നാവുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും നന്നാവുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നന്നാവുന്നതിന്, അതിലൂടെ നമ്മുടെ ഒരു സമൂഹം മുഴുവൻ നന്നാവുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? പ്രസക്തമാണോ ആ ഒരു ചോദ്യം? അല്ലെങ്കിൽ ആ ഒരു കാര്യം, നന്നാവുക എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ പ്രസക്തമായൊരു കാര്യമാണോ, അതോ അപ്രസക്തമാണോ? പ്രസക്തമാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ മതി അല്ലേ. പ്രസക്തമാണോ? എന്തുകൊണ്ട്? നമ്മുടെയൊക്കെ സാമൂഹിക അവസ്ഥ ഇപ്പം എന്താണ്? നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെ അവസ്ഥ ഇപ്പം എന്താണ്? വളരെ സമാധാനമാണോ? ഗുരുവായൂരുള്ള അന്തരീക്ഷമൊക്കെ എങ്ങനെയാ? വളരെ സന്തോഷമാണ് അല്ലേ. നമ്മളൊക്കെ വീടുകളിൽ വളരെ സന്തോഷമാണ്. പത്രത്താളുകൾ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഫോണിലുള്ള സോഷ്യൽ മീഡിയാസൊക്കെ തുറന്ന് നോക്കിയാൽ വളരെ സന്തോഷം തരുന്ന വാർത്തകളാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ആണോ? അല്ല. അത് തന്നെയാണ് ഇത്തരം ഒത്തുകൂടലുകളുടെയും ഇത്തരം ചർച്ച ചെയ്യലുകളുടെയും ഇത്തരം കൂടിച്ചേരലുകളുടെയും ഒക്കെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ വെറുതെ ഒന്ന് ഒരുമിച്ച് കൂടി കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ച് പോവുക എന്നുള്ളതല്ല. ഇത്ര ദൂരം സഞ്ചരിച്ച് വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സതുദ്ദേശം ഉണ്ടാവും അല്ലേ. നമുക്കറിയാവുന്ന, നിങ്ങൾക്ക് എനിക്കൊക്കെ അറിയാവുന്ന പല കാര്യങ്ങളും പരസ്പരം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് അവയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക എന്നത് തന്നെയാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. നോക്കൂ, അപ്പോൾ ഒരു മനുഷ്യൻ നന്നാവുക, അതിലൂടെ കുടുംബം നന്നാവുക എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ഈ കുടുംബത്തിൽ
ഒരു കുടുംബം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വ്യത്യസ്തരായ രണ്ട് പേര്, അല്ല, ആണും പെണ്ണും വ്യത്യസ്തരാണ്. വ്യത്യസ്തരായ രണ്ട് പേര് വിവാഹം എന്ന് പറയുന്ന പവിത്രമായ കർമ്മത്തിലൂടെ ഒന്നു ചേരുകയാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ വിശുദ്ധമാക്കപ്പെട്ട വാഹനം എന്നാണ് അർത്ഥം. അതായത് വിശുദ്ധമായതിനെയാണ് വഹിച്ചു കൊണ്ടുപോകുന്നത്. പണ്ടൊരിക്കൽ എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട്, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, വിവാഹ ജീവിതം എന്ന് പറയുന്നത് കാളവണ്ടി പോലെയാണ് എന്ന്. നല്ല ഉപമ അല്ലേ? നിങ്ങളൊക്കെ ചിരിക്കണ കാളവണ്ടി എന്ന് പറഞ്ഞപ്പോൾ. കാളവണ്ടി കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളൊക്കെ കണ്ടതല്ലേ കാളവണ്ടി? ഇവിടെ ഗുരുവായൂർ കാളവണ്ടി എന്ന് തന്നെയല്ലേ അതിന് പറയുക? ആണല്ലോ അല്ലേ? ഞങ്ങളുടെ മലപ്പുറത്ത് അതെങ്ങനെയാണ് പറയേ. ഈ കാളവണ്ടി എങ്ങനെയാണ്? രണ്ട് കാളകൾ ഉണ്ടാവും, അതിൻ്റെ പിറകിൽ ഒരു വണ്ടിയും കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ കാളകളോട്. ഈ കാളകളെ മേച്ച് കൊണ്ടുപോകുന്ന ആൾ എങ്ങനെയാണ് അവയെ കൊണ്ടുപോവുക? രണ്ടുപേരും, ഈ രണ്ട് കാളകളും ഒരേ ദൃഷ്ടിയായിരിക്കണം, ഒരേ സ്ഥലത്തേക്ക് നോക്കണം. അതിലൊരു കാളയുടെ ദൃഷ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനടിക്കും അല്ലേ? അതിനെ വേദനിപ്പിച്ചിട്ട് അതിൻ്റെ ദൃഷ്ടി, രണ്ടുപേരുടെയും ദൃഷ്ടി ഒരേ ഭാഗത്തേക്ക്, രണ്ടുപേരുടെയും നോട്ടം ഒരേ ഭാഗത്തേക്ക് ആക്കി വയ്ക്കും. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ദൃഷ്ടി, ഒരാളുടെ ദൃഷ്ടി അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ, ഒരാളുടെ നോട്ടം മാറിക്കഴിഞ്ഞാൽ അത് ദിശ മാറിപ്പോവും. ആ വണ്ടി വഴി തെറ്റിപ്പോവും. അല്ലെങ്കിൽ റോഡിലൂടെ പോകുമ്പോൾ അതിൻ്റെ ചക്രങ്ങൾ ഒരു പക്ഷേ യഥാമാർഗത്തിലൂടെ സഞ്ചരിക്കാതെ അത് അടി തെറ്റി ഒരു പക്ഷേ വീണേക്കാം. ഇതുകൊണ്ടാണ് ഈ രൂപത്തിൽ മേയിച്ച് കൊണ്ടുപോകുന്നത്. ഇതുപോലെയാണ് കുടുംബജീവിതത്തിലെ ഇണകൾ എന്ന് വായിച്ച ഒരു ഓർമ്മയുണ്ട്. ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാണല്ലേ? ഇണകൾ രണ്ടുപേരും, ഈ വിശുദ്ധമാക്കപ്പെട്ട വാഹനത്തിലുള്ള ഈ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് നോക്കി, ഒരേ ലക്ഷ്യത്തോടു കൂടിയിട്ട്, ഒരേ കിനാവുകളും സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ചങ്ങലയുടെ ബാക്കി കണ്ണികൾ, കുടുംബം എന്ന് പറയുന്ന ആ ചങ്ങലയുടെ ബാക്കി കണ്ണികളെല്ലാം ഏറ്റവും ദൃഢമുള്ളതായിരിക്കും. ആദ്യത്തെ രണ്ട് കണ്ണി എത്രത്തോളം ദൃഢമാണോ അത്രയേറെ ദൃഢമായിരിക്കും അതിൻ്റെ പിറകെ വരുന്ന മറ്റെല്ലാ കണ്ണികളും. ഈ ദാമ്പത്യമാകുന്ന ഈ ബന്ധത്തിൻ്റെ എല്ലാ അന്തസത്തയും, എല്ലാ സ്വപ്നങ്ങളും കിനാവുകളും അതുപോലെ യാഥാർത്ഥ്യമാക്കുന്നതാണ് നമ്മുടെ മക്കൾ. ഇപ്പോൾ പലപ്പോഴും പുതിയ കാലഘട്ടത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ വളരെ ആനന്ദത്തോടു കൂടിയിട്ട്, ആഹ്ലാദത്തോടു കൂടിയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സങ്കടങ്ങൾ, വിഷമങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള കാരണം ഒരു പരിധിവരെ നമ്മുടെ മക്കളുടെ വളർച്ചയിൽ ഉണ്ടാവുന്ന പല മാറ്റങ്ങളുമാണ് അല്ലേ? ഞാൻ ഏകദേശം 6 വർഷങ്ങളായി എൻ്റെ ക്ലിനിക്ക് ഞാൻ മാനസികാരോഗ്യ ക്ലിനിക്ക് കൂടിയായി അപ്ഗ്രേഡ് ചെയ്തിട്ട്. അന്ന് മുതൽ ഒരുപാട് കേസുകൾ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ കാണുന്നുണ്ട്. ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ, കേസുകൾ ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവയെല്ലാം കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, ഒരു 90% ആളുകളുടെ പ്രശ്നങ്ങൾക്ക് കാരണവും അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന ശിഥിലതയാണ്. അവരുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഒരു പക്ഷേ മക്കളിൽ ഉണ്ടാവുന്ന, നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ സ്വപ്നം കണ്ടതുപോലെ, കിനാവ് കണ്ടതുപോലെ, നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ പ്രതീക്ഷയിൽ നിന്നും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ ചെറിയ വേദനകൾ ഉണ്ടാവാൻ തുടങ്ങും അല്ലേ? അതുപോലെയാണ് ഏതുപോലെ ആദ്യം നമ്മൾ പറഞ്ഞു വെച്ച ഈ കഥ പോലെ അവിടെ കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു. നമ്മുടെ കഴുകന് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് അത്രയും വലിയൊരു സാഹസികമായ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചത് അല്ലേ? ആ ശരീരത്തിലിരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് പറ്റാവുന്ന അത്രയും മാംസം ഭക്ഷിച്ചിട്ട് പറന്നകലാം, ഉയരങ്ങളിലേക്ക് പറന്നകലാം എന്ന പ്രതീക്ഷയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ നിമിഷമായപ്പോഴത്തേക്കും സാധ്യമല്ലാതെ വരികയാണ് ചെയ്തത്. അതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. നമ്മൾ പ്രതീക്ഷയിലാണ്. നമുക്കിടയിലുള്ള ഈ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇണകൾക്കിടയിൽ പറഞ്ഞാൽ തീരാത്ത അത്രയും പ്രതീക്ഷകളുണ്ട്. എൻ്റെ ഭർത്താവ് എങ്ങനെയാവണം, എൻ്റെ ഭാര്യ എങ്ങനെയാവണം അല്ലേ? ഈ പ്രതീക്ഷകളുടെയൊക്കെ മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ് നമ്മളൊക്കെ. അവസാനം ആ പ്രതീക്ഷയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ
അല്ലെങ്കിൽ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഒരാൾക്ക് ഉയരാൻ സാധിക്കാതെ വരുമ്പോൾ, ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് മറ്റൊരാളാവാതെ ആവുമ്പോൾ അവിടെ നിരാശ വരികയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ വീടുണ്ട്, അൽഹംദുലില്ലാ. നമ്മളൊക്കെ വീട് വെച്ചവരാണ്, വീട് കാണുന്നവരാണ്. ഒരു വീട് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? വീടുണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടേ? കല്ല് വേണം, സിമൻറ്റ് വേണം, മണൽ വേണം, കമ്പി വേണം, ഇല്ലേ? ഇതൊക്കെ ഒരേ അളവിലാണോ വേണ്ടത്? അല്ല, ഇതെല്ലാം വ്യത്യസ്തങ്ങളായ അളവിൽ, വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഏറ്റവും ശക്തിയുള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എല്ലാത്തിൻ്റെയും അളവിൽ മാറ്റമുണ്ട്, ഓരോന്നിൻ്റെ റോള് വ്യത്യസ്തമാണ്, അല്ലേ? അപ്പോഴാണ് മനോഹരമായൊരു വീട്, സൗകര്യമുള്ള ഒരു വീട്, അല്ലെങ്കിൽ നമുക്കൊരു ഷെൽട്ടർ അവിടെ ഉണ്ടാവുക അപ്പോൾ മാത്രമാണ്. അതുപോലെ തന്നെയാണ് കുടുംബം. ആ കുടുംബത്തിനുള്ളിൽ ഓരോരുത്തർക്കും ഓരോ റോളാണ്, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണുള്ളത്. അതൊരു പക്ഷേ നമ്മുടെ പ്രതീക്ഷ അനുസരിച്ച് ആയിക്കൊള്ളണമെന്നില്ല കൂടെയുള്ള ആൾ ആയിത്തീരുന്നത്. അവസാനം ഈ പ്രതീക്ഷക്കൊത്താവാതെ വരുമ്പോൾ ഉണ്ടാവുന്നൊരു നിരാശയുണ്ട്. ആ നിരാശയല്ലേ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം? എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ആളായിട്ടില്ല. ഈ പ്രതീക്ഷകൾ എല്ലാവരും ഒരുപോലെ പ്രതീക്ഷയർപ്പിക്കുന്ന ആളുകളാണ് നമ്മുടെ മക്കൾ. ഒരുപക്ഷെ ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും മാത്രമേ പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. പക്ഷെ മക്കൾ അങ്ങനെയല്ല. ഭാര്യയും ഭർത്താവും വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും, അമ്മയും അച്ഛനും മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. എല്ലാ വൃക്ഷങ്ങളും നമുക്ക് ഫലങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് നൽകുന്ന ഫലങ്ങളാണ് നമ്മുടെ മക്കൾ എന്നാണ് പ്രവാചകൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചിട്ടുള്ളത്, അല്ലേ? ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു വെച്ചൊരു വരിയാണ്, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് വേലിയിൽ വിളയുന്ന, വേലിക്കരികിൽ വിളയുന്ന വിള പോലെയാണ്. എന്താണ്? അവിടെ നമ്മൾ ആ വിളയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, കന്നുകാലികളിൽ നിന്നുമൊക്കെ ആ വിളയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വടി പിടിച്ച് നിൽക്കേണ്ടി വരുമെന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണല്ലേ നമ്മുടെ മക്കൾ. ശരിക്കും വേലിയിൽ വിളയുന്ന ആ വിളയ്ക്ക് ഒരു പ്രൊട്ടക്ഷനും ഇല്ല. അവിടെ ഒരാൾ കാവൽ നിന്നേ പറ്റൂ, അവിടെ ഒരാൾ കാവൽ നിൽക്കണം. ആ ചെടിയെ സംരക്ഷിക്കാൻ, ആ വിളയെ സംരക്ഷിക്കാൻ വടി പിടിച്ച് തന്നെ നിൽക്കേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. കാരണം ഈ മക്കളുടെ തലച്ചോറ് വളരുന്നത് 7 വയസ്സ് വരെ മാത്രമാണ്. ഒരു മനുഷ്യൻ പൂർണ്ണമായ ചിന്താശേഷിയുള്ള, നമ്മുടെ ഇംഗ്ലീഷുകാർ പറയുന്ന പോലെ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് അവർ അഭിസംബോധന ചെയ്യുക, അല്ലേ? ലേഡീസ് ജെൻറ്റിൽമാൻ. എപ്പോഴും നമ്മൾ പൂർണ്ണമായൊരു ലേഡി അല്ലെങ്കിൽ ജെൻറ്റിൽമാൻ ആയി മാറുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തലച്ചോറിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഭാഗമാണ് ഫ്രണ്ടൽ ലോബ്, തലച്ചോറിൻ്റെ ഫ്രണ്ടൽ ലോബ്. ആ ലോബാണ് തീരുമാനിക്കുന്നത് ഒരു മനുഷ്യൻ എപ്രകാരം ചിന്താശേഷിയുള്ള ആളായി തീരണം, അയാളുടെ യുക്തി എപ്രകാരം വളരണം, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഏത് രൂപത്തിൽ തീരുമാനങ്ങൾ എടുക്കണം, ആ സാഹചര്യങ്ങളെ ഏത് രൂപത്തിൽ പെരുമാറണമെന്ന യുക്തി ഉണ്ടാക്കുന്നത് ഈ ഫ്രണ്ടൽ ലോബാണ്. ഈ ഫ്രണ്ടൽ ലോബാണെങ്കിൽ പൂർണ്ണ വളർച്ച എത്തുക നമുക്ക് 25 വയസ്സാകുമ്പോഴത്തേനാണ്. 19 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള സമയത്താണ് ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്തുന്നത്. നമ്മൾ ആലോചിക്കണം, 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളുടെ വളർച്ച പൂർത്തിയായിട്ടില്ല, അല്ലേ? ആയോ? നമ്മളെ വളർത്തുക, മക്കളെ വളർത്തുക എന്ന് പറയുന്ന നമ്മുടെ ഡ്യൂട്ടി അവിടെ പൂർണ്ണമായിട്ടില്ല. കാരണം ഈ ഫ്രണ്ടൽ ലോബ് വളരുന്നത് 19 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള സമയത്താണ്. ആ സമയം വരെ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടേയിരിക്കണം. വളർത്തുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് 3 രീതിയിലൂടെയാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് സയൻസ് പ്രകാരം 3 സൈക്കോളജി പറയുകയാണ് 3 രീതിയിലൂടെയാണ് കാര്യങ്ങൾ മനുഷ്യന്മാർ ഗ്രഹിക്കുക. അതിൽ ഒന്നാമത്തത് കണ്ടുകൊണ്ടാണ് എങ്കിൽ, രണ്ടാമത്തത് കേട്ടുകൊണ്ടാണ്.
മൂന്നാമത്തെ കാര്യം അനുഭവിച്ചു കൊണ്ടുകൂടെയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യന്മാരെ ഒന്നും അറിയാത്തവനായിക്കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലേ? നമ്മൾ ഏത് മനുഷ്യന്മാരും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഒന്നും അറിയാത്തവനായിക്കൊണ്ടാണ്. പക്ഷേ അവന് എന്ത് നൽകപ്പെട്ടു? കണ്ണും കാതും ഹൃദയവും നൽകപ്പെട്ടു, കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ശരിയാണ് അല്ലേ? നമ്മളൊക്കെ കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും പഠിക്കുന്നവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന നമ്മുടെ മക്കൾ ആരെയാ കേൾക്കുന്നത്? ആരെയാ കേൾക്കുന്നത്? അയൽവക്കക്കാരെയോ ടീച്ചേഴ്സിനെയോ? അല്ല, മാതാപിതാക്കൾ തന്നെയാണ്. അല്ലേ? ജനിച്ചു വീഴുന്ന കുഞ്ഞ് ആദ്യം കേൾക്കുന്നതും കാണുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ ആ കുഞ്ഞിൻ്റെ കുടുംബത്തെയാണ്, ആ കുഞ്ഞിൻ്റെ അമ്മയെയും അച്ഛനെയുമാണ്, വീട്ടിലുള്ള ഓരോ അംഗങ്ങളെയുമാണ്. 7 വയസ്സ് വരെ മാത്രം വളരുന്ന ഈ തലച്ചോറിനുള്ളിലേക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞ് കേൾക്കുന്നതും കാണുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ ഈ കുടുംബത്തിലെ അംഗങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ആരായിത്തീരണം, എന്തായിത്തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഏറ്റവും മുഖ്യമായ ഘടകവും കുടുംബം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്, മാതാപിതാക്കളിൽ നിന്നുമാണ് ഒരു കുഞ്ഞ് ആരാവണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ക്രോമസോംസ് എടുക്കുന്നത്. 23 ക്രോമസോം അമ്മയുടെയും 23 ക്രോമസോം അച്ഛൻ്റെയും എടുത്തുകൊണ്ടാണ് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. അല്ലേ? അവിടെ ഈക്വാലിറ്റിയാണ് അവിടെ നമ്മൾ കാണുന്നത്. അമ്മയിൽ നിന്നും 23, അച്ഛനിൽ നിന്നും 23. അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? ഈക്വാലിറ്റി അല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെയൊക്കെ സൃഷ്ടിപ്പ് പോലും പൂർണ്ണമായും ഈക്വാലിറ്റി നിലനിർത്തിക്കൊണ്ടാണ്, ആ ഈക്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടിട്ടുള്ളത്. അച്ഛന് ഒരു ക്രോമസോം ഏറെ കൊടുത്തിട്ടില്ല, അമ്മയ്ക്കും അമ്മയുടെ ത്യാഗങ്ങളൊക്കെ മുൻ കണ്ടുകൊണ്ട് ഒരു ക്രോമസോം ഏറെ നൽകിയിട്ടില്ല. ഈക്വലായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അച്ഛനും ഒരേ റോള് തന്നെയാണ് മക്കളെ വളർത്തുന്ന കാര്യത്തിലുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. എന്താണ് ഞങ്ങളിൽ നിന്നും കുഞ്ഞ് കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നത്? ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡോളസൻ പീരീഡ്, കുട്ടികൾ 10 വയസ്സ് വരെ കുട്ടിക്കാലമാണ്. ഈ 10 വയസ്സ് വരെ പൂർണ്ണമായും അമ്മയിലും അച്ഛനിലും അവർ ഡിപ്പെൻഡഡ് ആയിരിക്കും. അമ്മയുടെയും അച്ഛൻ്റെയും മാത്രം മക്കളായിട്ട് വളരുന്ന സമയമാണ്. എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മളടുത്ത് പെർമിഷൻ ചോദിക്കും. ഇല്ല, അമ്മയുടെ സാരിത്തുമ്പിലായിരിക്കും ഉണ്ടാവുക, അച്ഛൻ്റെ കൂടിയായിരിക്കും ഉണ്ടാവുക. എപ്പോഴും അനുമതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ സമ്മതത്തോട് കൂടിയിട്ട് നമ്മുടെ അറിവോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ 10 വയസ്സ് മുതൽ അവരുടെ ശരീരത്തിന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണ്. അവരുടെ ശരീരത്തിനുള്ളിൽ പെൺകുട്ടികളാണെങ്കിൽ ഈസ്ട്രജൻ ഹോർമോണും ആൺകുട്ടികളാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺസൊക്കെ ഉണ്ടാവുകയാണ്. ഈ ഹോർമോൺസ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ശാരീരികപരമായിട്ട് മാത്രമല്ല, നമുക്കറിയാം ശരീരം കൊണ്ട് ഒരു മുതിർന്ന ആളായിട്ട് മുതിർന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും എല്ലാം അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ പീരീഡിനെ, ഈ കൗമാരപ്രായത്തെ അഡോളസൻ പീരീഡ് എന്നാണ് സൈക്കോളജി വിശേഷിപ്പിക്കുന്നത്. അഡോളസൻ പീരീഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. നോക്കൂ, വ്യക്തമാണ് അവിടെ ട്രാൻസിഷൻ പീരീഡ് എന്നാ പറയുന്നത്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് പീരീഡാണ്, മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന. മാറിയ എന്നല്ല പറഞ്ഞത്, അവിടെ മാറിയിട്ടില്ല. നോക്കൂ, നമ്മൾ പിന്നെയും ചിന്തിക്കേണ്ട കാര്യമാണത്. മാറിയ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇരിക്കുന്നത് അല്ലേ? നമ്മളൊക്കെ മുതിർന്നവരായി, അഡോളസൻ പീരീഡൊക്കെ കഴിഞ്ഞു, യൗവനമൊക്കെ തുടങ്ങി അല്ലേ, മുതിർന്ന അവസ്ഥയിലെത്തി. അവിടെ മാറിയ അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ മാറിയിട്ടില്ല, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ട്രാൻസിഷൻ പീരീഡാണ്, മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുക. ഈ സമയത്ത് അവരുടെ ഉള്ളിലേക്ക് പലതരത്തിലുള്ള ചിന്തകളും പെട്ടെന്ന് കയറി വരും. ഒരുപാട് പ്രത്യേകതകളുള്ള സമയമാണ് ഈ സമയമാകുമ്പോൾ. അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കുറച്ച് ഇങ്ങനെ മാറ്റം സംഭവിക്കും. അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കുറച്ച് അകലാൻ തുടങ്ങും. സ്നേഹം കുറയുന്നു എന്നതല്ല അതിനർത്ഥം.
സ്നേഹമില്ലായ്മയല്ല, സ്നേഹരാഹിത്യമല്ല അവിടെ സംഭവിക്കുന്നത്. അവയ്ക്ക് ആ അമ്മയ്ക്കും അച്ഛനും കൊടുത്തിരുന്ന ആ റോളിലേക്ക് പ്രയോറിറ്റികൾ വരാൻ തുടങ്ങുകയാണ്. അല്ലേ? മനുഷ്യന്മാരെപ്പോഴും ബന്ധങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടാവും. 1 വയസ്സായൊരു കുഞ്ഞിന്, ആ കുഞ്ഞിന് ഏറ്റവും പ്രയോറിറ്റി ആരോടുള്ളത്? ആ കുഞ്ഞിൻ്റെ ലോകം ആരാണ്? അമ്മയാണല്ലേ? 1 വയസ്സായ കുഞ്ഞിൻ്റെ ലോകം മുഴുവൻ ആ കുഞ്ഞിൻ്റെ അമ്മയാണ്, മറ്റൊന്നുമല്ല. 2 വയസ്സ് വരെ ആ കുഞ്ഞ് പാല് കുടിക്കുന്ന സമയമാണ്. അമ്മയേക്കാൾ മികച്ചതായി മറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ 2 വയസ്സ് കഴിഞ്ഞ് 3ഉം 4ഉം ഒക്കെ ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേന്, 3ഒക്കെ ആകുമ്പോഴത്തേന് അച്ഛനോടുകൂടെ കുറച്ച് സ്നേഹവും ഇണങ്ങാനും ഒക്കെ തുടങ്ങും. അച്ഛൻ്റെ കൂടെയും കുറച്ചും കൂടെ ആ കുട്ടി അറ്റാച്ച്മെൻറ്റ് വരാൻ തുടങ്ങും. എന്ന് വെച്ചിട്ട് അമ്മയോട് സ്നേഹം കുറയുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവിടെ പ്രയോറിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പുതിയ പുതിയ ബന്ധങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ കൂട്ടുകാർ വരാൻ തുടങ്ങും. അതാണ് അഡോളസെൻ്റ് പീരീഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിന് പ്രാധാന്യം നൽകുന്ന സമയത്തിലേക്ക് അടുക്കുകയാണ്. അവിടെ എന്തിനും ഏതിനും എൻ്റെ കൂട്ടുകാർ, അല്ല അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്സ് അല്ലേ? ചങ്സ് എന്നല്ല പറയാ. എൻ്റെ ചങ്സ് ഉണ്ട് എൻ്റെ കൂടെ, എൻ്റെ ബെസ്റ്റീസ് ഉണ്ട് എൻ്റെ കൂടെ. അത് വല്ലാത്തൊരു ആവേശമാണ്. നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞ് വന്നവരാണ്. ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്നത്, കൂട്ടുകാരെന്ന് പറയുന്നത് വല്ലാത്തൊരു ആവേശമാണ്. അവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കാനും അതിലൊക്കെ ഒത്തുചേരാനും സമാധാനിപ്പിക്കാനും എല്ലാത്തിനും കൂടെയുള്ള ഒരു ഗ്രൂപ്പാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ അഡോളസെൻ്റ് പീരീഡിൽ മറ്റെന്തിനേക്കാളും നമുക്ക് പ്രയോറിറ്റി ഈ കൂട്ടുകാർക്കിടയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്താണ് നമ്മൾ മക്കൾക്ക് ട്യൂൺ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം, മക്കളെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരേണ്ടതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. എങ്ങനെ ട്യൂൺ ചെയ്യും? ട്യൂൺ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മൾ റേഡിയോ ഒക്കെ ഓണാക്കി കഴിഞ്ഞാൽ, റേഡിയോ ഇല്ലേ, റേഡിയോ ഒക്കെ ഓണാക്കിയ ഇൻസ്റ്റൻറ്റിൽ ക്ലാരിറ്റി ഇല്ലാത്ത സൗണ്ടല്ലേ നമ്മൾ കേൾക്കുക, അല്ലേ? ഒട്ടും ക്ലിയർ ഇല്ലാത്ത സൗണ്ടാണ് കേൾക്കുക. പിന്നെ നമ്മളതിങ്ങനെ ട്യൂൺ ചെയ്ത് നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ടിലേക്ക് എത്തിക്കും, അല്ലേ? അതൊരു പ്രോസസ്സാണ്. ഇതുപോലെയുള്ള ഒരു ബെസ്റ്റ് ആയതിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് അവിടെ സംഭവിക്കേണ്ടത്. അപ്പോൾ ബെസ്റ്റ് ആയതിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഉറപ്പാണ് ബെസ്റ്റ് അല്ലാത്ത കാര്യങ്ങൾ പലതും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷയിൽ നിന്നും വിഭിന്നമായ പലതും അവിടെ സംഭവിക്കും, സ്വാഭാവികമാണ്. കാരണം നമ്മുടെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ, നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ, അല്ലെങ്കിൽ വീടകങ്ങളിൽ തന്നെ എല്ലാ ലഹരികളും എല്ലാ ഇഷ്ടങ്ങളും അവരുടെ എല്ലാ ആകർഷണങ്ങളും സുലഭമായി അവർക്ക് കയ്യിൽ കിട്ടുകയാണ്, അല്ലേ? എത്ര പെട്ടെന്നാണെന്നറിയാമോ അവർക്ക് കയ്യിൽ അത് കിട്ടുന്നത്?